എന്ത് പണിയാ അമ്മയെ കാണിച്ചത്? ഞാനെന്റെ ഗതികേട് കൊണ്ടല്ലേ അമ്മയുടെ കുറച്ച് പൈസ ചോദിച്ചത്. ഉടനെ അമ്മ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അമ്മ വേഗം പുഷ്പയെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു കൊടുത്തില്ലേ? അവളുടെ വായിരുന്ന മുഴുവൻ ഞാൻ കേട്ടു. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇല്ലമ്മേ, പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇതൊക്കെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള, നമ്മൾ ആരോട് സ്നേഹം കാണിച്ചാലും തിരിച്ച് നമുക്ക് ഇതൊക്കെ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. ഇല്ല ഇല്ല ഇല്ല. അല്ലല്ല അമ്മ അങ്ങനെ അമ്മ അതിൽ വിഷമമൊന്നും വിചാരിക്കണ്ട. ഇല്ല, എനിക്ക് വിഷമമൊന്നുമില്ല. വൃത്തികെട്ട തള്ളം. എന്താ പൈസ കിട്ടിയില്ലേ? പൈസ കിട്ടിയില്ലെന്ന് മാത്രമല്ല, അവര് ഫോൺ കട്ട് ചെയ്ത് ഉടനെ തന്നെ മകളെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഭർത്താവ് എന്നെ വിളിച്ച് പൈസ ചോദിച്ചു, ആനയാ കൂനയാന്നൊക്കെ. എന്തൊരു തള്ളയാടി അവര്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അച്ഛ. സാധാരണ മരുമക്കളോട് അമ്മായിമ്മക്ക് പ്രത്യേക സ്നേഹമുള്ളതാണ്. ഈ നിന്റെ തള്ളയുടെ തള്ളക്കുണ്ടല്ലോ, തലയ്ക്ക് ഒരു സ്നേഹമില്ല, ഒരു കുന്തമില്ല. അച്ഛൻ ഇങ്ങനെ തള്ളേന്നൊന്നും വിളിക്കില്ല. അച്ഛനേൽ എത്ര പ്രായം കൂടിയ ആളാണ്. ഞാൻ ഇനിയും വിളിക്കൂടി, തള്ള 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 തള്ള. വെറുതെ അച്ഛന് പൈസ കിട്ടാതെ, അച്ഛന് സ്വഭാവതല്ലേ. പൈസ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ലടി. ഇനി നിന്റെ ബുദ്ധിയും കൊണ്ട് ഇങ്ങോട്ട് വരാതിരുന്നാ മതി. എന്റെ ബുദ്ധി കൊണ്ട് വരുന്നില്ല. ആ ബുദ്ധിയാ എന്നെ കുഴപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ അച്ഛന് വലിയ കൂട്ടുകാരുണ്ടായില്ല, എന്നാ പോയി ചോദിക്കായിരുന്നില്ലേ? ചോദിക്കുപടി. നിന്റെ തള്ളയുടെ തള്ളേക്കാളും ഭേദപടി എന്റെ കൂട്ടുകാരൻ. പിന്നെ എന്നിട്ട് എന്താ തരാഞ്ഞ കൂട്ടുകാരൻ? ആ കൂട്ടുകാരൻ തരും. നീ നോക്കിക്കോ, അയാൾ പൈസയും കൊണ്ട് വരും. നിന്റെ 200 രൂപ ഉണ്ടല്ലോ നിന്റെ, അത് തീർന്നു കഴിയുമ്പോ നീ എന്റെ ഒക്കെ വരും. അച്ഛാ പൈസ അന്നേരം ഞാൻ തരാടി നിനക്ക്. പിന്നെ അച്ഛാ പൈസ എന്ന് വെച്ചാൽ ഞാൻ വരില്ല. ഇവിടെ ആകുള്ള പൈസക്കാരി അച്ഛമ്മ, ഞാൻ ചോദിച്ചോളാം. അച്ഛമ്മ നിന്നൊക്കെ അച്ഛമ്മയാ വഷളാക്കുന്നത്. എന്നാ മനുഷ്യർക്ക് സഹായം ചെയ്യോ? ചേട്ടൻ ചോദിക്കി. എടാ സഞ്ജു, ഇവൻ പറയാ നീയും കൃഷ്ണയും കൂടി അച്ഛമ്മക്ക് എന്തോ പണി കൊടുക്കാൻ പോവാന്ന്. എന്നാ അത് പറയാ, അത് ഇവനോട് അകത്ത് കയറിപ്പോ. നീ അകത്ത് കയറിപ്പോ. ഞാനത് വിളിച്ചോണ്ട് വന്നേ. എന്നാലും അകത്ത് കയറിപ്പോ, അവിടെ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട്, കഴിക്ക് പോയി. അങ്ങനെ ഞാൻ അത് നിങ്ങൾ പറയുന്നു നോക്കണ്ട. ഇപ്പൊ നീ അകത്ത് കയറിപ്പോ, അവിടെ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട്, പോയി കഴിക്കുപോ. എടാ എന്ത് പണിയാടാ അച്ഛമ്മക്ക് കൊടുക്കാൻ പോലെ പറയടാ. അമ്മ, അതായത് അച്ഛമ്മക്ക് ഫേസ്ബുക്ക് ഉണ്ടല്ലോ, അതിനകത്ത് അച്ഛമ്മ ഓരോ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യും. അപ്പൊ അതിന്റെ ഒക്കെ അടി ഒരാൾ വന്ന് ഇങ്ങനെ കമന്റ് ചെയ്യുന്നു, ലൈക്ക് ഇടുന്നു, ലവ് ഇടുന്നു. അത് എല്ലാരും സ്വാഭാവികം ഇടുവല്ലോ. അങ്ങനെ സ്വാഭാവികമല്ല ഇത്. ഇയാള് മാത്രം സ്പെസിഫിക്കലി അച്ഛമ്മയുടെ ഫോട്ടോ ഒക്കെ അടിയിൽ ലവ് ചിഹ്നം ഇടുന്നു, കമന്റ് ചെയ്യുന്നു. പിന്നെ മറ്റേ ഇവിടുന്ന് ഇത് വരുന്ന ഇമോജി ഉള്ള ലവ് ചിഹ്നം ഇടുന്നു. പിന്നെ അതുപോലെ വാവ് സൂപ്പർ സുന്ദരിയായിരുന്നു ഇങ്ങനെ കമന്റ് ഇടുക. അതിലിപ്പോ എന്താ പണി കൊടുക്കേണ്ടത്? പണിയുടെ അല്ല, ഇയാളുടെ പേര് ഗംഗാധരൻ കേടി. അപ്പൊ എന്നാലും ഒരു വയസ്സനായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ഒരു സംശയം. നമ്മുടെ കൃഷ്ണ ഇല്ലേ, അവൾക്കാണ് സംശയം. അതായത് അവള് പറയുന്നത് ഇത് ചിലപ്പോ അച്ഛമ്മയുടെ ബോയ് ഫ്രണ്ടോ അല്ല ആയിരിക്കും. ബോയ് ഫ്രണ്ടാ? അല്ല, എന്റെ കൃഷ്ണമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവൂടാ സഞ്ജു? അല്ലേ? അപ്പൊ അതൊന്നും അറിയാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ എനിക്ക് അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. സെർച്ചിങ് നടക്കട്ടെ.